മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം പിതാവ് ചെയ്തു കാണുന്ന പ്രവൃത്തികൾ മാത്രമാണ് പുത്രൻ ചെയ്യുക. സ്വർഗീയ പിതാവിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വശരീരവും രക്തവും നമ്മൾക്ക് പങ്കുവെച്ച് തരുന്ന ആ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറഞ്ഞു വയ്ക്കുക. സ്നേഹസമ്പന്നനായ നല്ല പിതാവ്, ആ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് വെളിപ്പെടുത്തി തന്ന പുത്രൻ്റെ സ്നേഹം, ആ വാത്സല്യം, അതിന്ന് പരിശുദ്ധാത്മാവിലൂടെ ലോകം മുഴുവനും നിറഞ്ഞു കവിയുന്ന നിമിഷത്തിൽ ദൈവസ്നേഹത്തിൽ പങ്കുചേരുവാനാണ് അവിടുന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുക. പിതാവ് ചെയ്തത് അല്ലാതെ യാതൊന്നും പുത്രൻ ചെയ്യുന്നില്ല എന്നും അവിടുന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എപ്രകാരം ദൈവിക സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേരുന്നതോ ആ ഒരു കൂട്ടായ്മയിലേക്കാണ് മനുഷ്യരായ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുക. അതിനാൽ തന്നെ സ്നേഹക്കൂട്ടായ്മയുടെ പങ്കാളികളായി തീരുക സ്വർഗരാജ്യത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സ്നേഹത്തിലേക്ക് കടന്നു വരിക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പകർന്നു വരുമ്പോൾ, നിറഞ്ഞു കവിയുമ്പോൾ, മറ്റുള്ളവരെ കൂടി സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കൂടി പരിഗണിക്കുവാനും മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടത് നൽകുവാനുമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു ദൈവിക ചൈതന്യം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് പുലർത്താം. ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ കൃപകളാൽ നിറഞ്ഞ ഒരു ഈ പുതിയ ദിനത്തിൽ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരനിലേക്ക് ദൈവസ്നേഹം നിറഞ്ഞു കവിയുവാൻ നമ്മൾ കൂടി കാരണമാകാം. അങ്ങനെ തിരുവചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന സുവിശേഷം